അങ്ങനെ ഞാനും പോയി നമ്മുടെ കോട്ടൺ ഫാബ് എക്സിബിഷന്. ഇതെൻ്റെ 3ാമത്തെ വർഷം കേട്ടോ കോട്ടൺ ഫാബിൽ പോകുന്നത്. അതായത് ഞാൻ അവെയറായിട്ട് പോകുന്നത്. അതിന് മുന്നും വരുമ്പോഴൊക്കെ വെറുതെ കയറി ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് പോകുന്ന ഒരു എക്സിബിഷനാണ് കോട്ടൺ ഫാബ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എല്ലാം അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇവിടെ നിന്ന് എന്താ വെച്ചാൽ ഇതിപ്പം എല്ലാ വർഷവും ഞാനൊരു 2 കോഫി മഗ് ഇവിടെ നിന്ന് വാങ്ങിക്കുക. നമുക്കിഷ്ടമുള്ള 2 കോഫി മഗ് വാങ്ങിക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇനിയിപ്പം എനിക്കൊന്നും കൂടെ വരേണ്ടി വരും, കാരണം ഇനിയും പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ആവുമെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് ഷോ പീസസ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ബാംഗിൾ സ്റ്റോർ ഉണ്ട്. ഇത് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് സിമിലർ കളക്ഷൻസ് തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കാരണം പിന്നെ അതൊന്നും വാങ്ങിയില്ല. പിന്നെ ഇത് ഈ സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഗോൾക്കൊണ്ട ഫോർട്ടിൽ പോയപ്പോൾ ഇട്ട ഔട്ട്ഫിറ്റ് കുറേ പേര് ചോദിച്ചായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് ലാസ്റ്റ് ഇയർ കോട്ടൺ ഫാബ് എക്സിബിഷനിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ജൂത്തീസ് ഉണ്ട്. ജൂത്തീസ് അടിപൊളി ക്വാളിറ്റിയാണ്. 650 മുതൽ അവരുടെ ചെരുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തതാണ് ഈ മംഗളഗിരി കോട്ടൺ സൂട്ട് സെറ്റ്. അതായത് എനിക്ക് വാങ്ങണം എന്നൊരു ഭയങ്കര ആഗ്രഹം തോന്നിയത്. ആ പഴയ സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്ത് ബോർഡറൊക്കെ വെച്ച് അങ്ങനെ ഇടാനൊരാഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിച്ചത്. നല്ല പ്യുവർ കോട്ടൺ ആണ്, ലൈനിങ് ഒന്നും ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ കാശ്മീരി ടോപ്സ് അത് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുണ്ട്, ഡാർക്ക് ഷെയ്ഡ്സിലുണ്ട്. ഞാൻ ലാസ്റ്റ് ഇയർ 2 വാങ്ങിയായിരുന്നു. ഷ്രിങ്കേജ് ഇല്ല, കളർ ലോസ് ഇല്ല. അപ്പം അതും നല്ല ഒരു സ്റ്റോളാണ്. പിന്നെ ഈ ഓക്സിഡൈസ്ഡ് കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് നോക്കി മേടിക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. പിന്നെ ഈ സ്റ്റോർ മിസ്സാക്കരുത് കേട്ടോ, നമ്പർ നോക്കി വെച്ചോ. അടിപൊളി ക്വാഡ് സെറ്റ്സ് കിട്ടും അവിടെ. ആൻഡ് ഞാനത് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ കറക്റ്റ് ട്രൂ ടു സൈസ് എന്ന് പറയുന്നത്, നമ്മുടെ കറക്റ്റ് സൈസ് വാങ്ങിയാൽ മതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ബുക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു. ആൻഡ് ഇനി ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത റീലിൽ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മച്ച്ലി റെസ്റ്റോറൻറ്റിലാണ്. ഇതറിയാത്തവരായിട്ട് എറണാകുളത്ത് ആരും ഉണ്ടാവില്ല. അടിപൊളി ഫിഷ് ഫ്രൈയും ഫിഷ് കറി മീൽസൊക്കെ ആയിട്ട് കഴിച്ചു.